അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ ഒരു മന്ത്രം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ടി തന്ന ഈ ഒരു മന്ത്രം അതെല്ലാവരും ഞങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒന്നായിട്ടിരിക്കല്. ഒരു രോഗിക്ക് മന്ത്രിക്കേണ്ട ഒന്നായിട്ടിരിക്കല്. ഒരു ഉഷാറില്ലാത്തവന്റെ മുട്ട പോയെങ്കിൽ എങ്ങനെ മന്ത്രിക്കണം? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു തീരാണ്ടായപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് ചെന്ന് നബിയെ യാ മുഹമ്മദ് ഇസ്തഖൈത, നീ ഉഷാറില്ലല്ലേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒക്കു അതേ ചെന്ന്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം മന്ത്രിച്ചു കൊടുത്തത്. ആ മന്ത്രം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കൾക്ക് പഠിപ്പാട്ടി കൊടുത്തത്. അബൂ സഈദ് റളിയല്ലാഹു അൻഹു ഹദീസ് ഉദ്ധരിക്കല്. അതുകൊണ്ട് ഒരു രോഗിയുടെ മുട്ടൻ അങ്ങ് എത്തിയാൻ കണ്ടെങ്കിൽ ബിസ്മില്ലാഹി അർഖീക മിൻ കുല്ലി ഷൈഇൻ യൂദീക മിൻ ശർരി കുല്ലി നഫ്സിൻ ഔ ഐനി ഹാസിദിൻ അല്ലാഹു യശ്ഫീക ബിസ്മില്ലാഹി അർഖീക. ഇങ്ങനെയായിട്ട് ആ രോഗിക്ക് ഞങ്ങൾ മന്ത്രിക്കേണ്ടത്. അള്ളാഹുടെ പേര് കൊണ്ട് ഞാനിതാ നിന്റെ മന്ത്രിക്കല്. അർഖീക്കാൻ ചൊന്ന് നിന്റെ ഞാൻ മന്ത്രിക്കല്. അത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മന്ത്രിച്ചതായിട്ട് ബിസ്മില്ലാഹി അർഖീക, അള്ളാഹുടെ പേര് കൊണ്ട് നിങ്ങളെ ഞാൻ മന്ത്രിക്കല്. മിൻകുല്ല ഷൈഇൻ യുദീക, നിങ്ങൾക്ക് ഇടങ്ങേറാക്കട എല്ലാ ഷൈയിൽ നിന്നും, തടിയുടെ നൊമ്പലാവട്ട് അല്ലെങ്കിൽ തീറാത്ത ഏതുവട്ടെ അതിൽ നിന്ന്. ഒമിൻ ശർരി കുല്ലി നഫ്സിൻ ഔ ഐനി ഹാസിദിൻ, അതുപോലെ ഏത് ശരീരത്തെ ഷർറാണെങ്കിലും, ശൈത്താന്മാരെ ഷർറാണെങ്കിലും, കണ്ണേറാണെങ്കിലും, ഏത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഞാൻ അതാ നിങ്ങൾക്ക് ഇടങ്ങേറാക്കട എല്ലാത്തിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് അള്ളാഹുടെ പേര് കൊണ്ട് മന്ത്രിക്കേ. ഔ ഐനി ഹാസിദിൻ, ഹസൂയക്കാരൻ കണ്ണിൽ നിന്നും അല്ലെ അള്ളാഹു യശ്ഫീക്, അള്ളാഹ് നിങ്ങൾക്ക് ശിഫയാക്കും. ബിസ്മില്ലാഹി അർഖീക്, അള്ളാഹുടെ പേര് കൊണ്ട് പിന്നൊക്കെ നിങ്ങളെ ഞാൻ മന്ത്രിക്കുന്നത്. അപ്പൊ ഈ ബിസ്മില്ലാഹി അർഖീക മിൻ കുല്ലി ഷൈഇൻ യൂദീക മിൻ ശർരി കുല്ലി നഫ്സിൻ ഔ ഐനി ഹാസിദിൻ അള്ളാഹു യശ്ഫീക ബിസ്മില്ലാഹി അർഖീക. ഈ ഒരു ചെറിയൊരു മന്ത്രം ഇത് ഞങ്ങൾ പഠിച്ചു വെക്കുക. ഇത് ഏത് ഉഷാറില്ലാത്തതുകൊണ്ട് മുട്ട പോയാൻ കണ്ടെങ്കിലും ഞങ്ങളെ മക്കളും ആർക്കും അതെന്താക്കാൻ ഞങ്ങൾക്ക് മന്ത്രിച്ചു കൊടുക്കാം. അപ്പൊ അള്ളാഹുടെ പേര് കൊണ്ടായിട്ട് മന്ത്രിക്കുക നല്ല ഇഖ്ലാസോട് കൂടെ അള്ളാഹുടെ മനസ്സിൽ വേർച്ചുകൊണ്ട് അള്ളാഹുടെ ആ പേര് എന്നുള്ളത് മഹത്വമുണ്ട്, ബഹുമാനമുണ്ട് എന്ന് കരുതി ആ ഇഖ്ലാസോട് കൂടെ മന്ത്രിച്ചാൻ കണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഷിഫ കിട്ടുന്ന മന്ത്രമായിട്ട് ഇത്. അപ്പൊ ഇത് ചെറിയൊരു ദുആ നമുക്കത് പഠിച്ചു വെക്കാം. അതായിട്ട് ഞങ്ങൾ രോഗിയുടെ അടുക്കൽ പോയെങ്കിൽ അവനക്ക് മന്ത്രിക്കേണ്ടത്. അള്ളാഹു എല്ലാ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെയും എല്ലാ മുസ്ലിമീങ്ങളെയും അള്ളാഹു കാക്കട്ടെ, സലാമത്താക്കട്ടെ. കാതോർത്ത് എല്ലാവർക്കും അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.